വർഷങ്ങളായി തുറന്നു പ്രവർത്തിക്കാത്ത വാതിലുകളിൽ ചിലന്തി കിട്ടിയ മുറ്റം കാലിത്തൊഴുത്തായി മാറിയ ഒരു സർക്കാർ ഓഫീസ് കാണാം. കേരളത്തിലല്ല, അതങ്ങ് ബീഹാറിലാണ്. അങ്ങനെ ഒരു ഓഫീസിനെ കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ബീഹാർ മുസാഫർപൂരിലെ ഒരു ഗ്രാമപഞ്ചായത്ത് സേവന കേന്ദ്രത്തിന്റെ അവസ്ഥ ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് പ്രേക്ഷകർക്ക് കാണിച്ചു തരും. ആടുമാടുകളെ കെട്ടാനും അലക്കിയ തുണികൾ ആറിയിടാനുമാണ് നാട്ടുകാർ ഈ സർക്കാർ ഓഫീസ് ഉപയോഗിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ NDA സർക്കാരിനെ താഴെ ഇറക്കുമെന്നാണ് ഗ്രാമവാസികളുടെ നിലപാട്. ആദിൽ പാലോട് ബീഹാറിൽ നിന്നും തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കണ്ടത്. ബീഹാറിലെ പക്കടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV സംഘമുള്ളത്. ഇത് പഞ്ചായത്തിന്റെ ഒരു ഓഫീസാണ്. പഞ്ചായത്തിന്റെ സേവനങ്ങളൊക്കെ നൽകും എന്ന് പറഞ്ഞ് ഇവിടെ കെട്ടിയ ഒരു ഓഫീസാണ്. നമുക്കിവിടെ ഇതിന്റെ മുറ്റത്തെ കാഴ്ചകൾ കാണാം. അവരുടെ ഒരു ആടിനെ കെട്ടിയിട്ടുണ്ട്. ഒരു ഭാഗത്താകട്ടെ വൈക്കോൽ കൂനകൾ ചാരി വെച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ചാണകവും മറ്റു വൃത്തികേടുകളും മാലിന്യങ്ങളുമാണ്. ഒരു 2023 കെട്ടിയതെന്നാണ് ഇതിൽ കാണുന്നത്. ഒന്ന് കയറിയാൽ ഇവിടെ കുറച്ച് ലുങ്കിയും ഷർട്ടും ഒക്കെ അയയിലിട്ടിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ഇത് എത്ര ദിവസമായി തുറന്നിട്ടുണ്ട് എന്ന്. വല പിടിച്ച് കിടക്കുന്നതാണ് കാഴ്ച. ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയാൽ ഇവിടെ ഒരു പരിപാടിയും നടക്കുന്നില്ല എന്നത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഇതാ മുഴുവൻ പൊടിയാണ്. ഇവിടെ തുറന്നിട്ട് മാസങ്ങളായിട്ടുണ്ടാകണം എന്നുള്ളതാണ്. ഈ കെട്ടിടത്തിന്റെ പിൻഭാഗത്തൊരു കക്കൂസ് നേരത്തെ ഇതിന്റെ അകത്ത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അത്രയും വൃത്തികേടായി കിടക്കുന്നു എന്നാണ്. ആരും നോക്കാനില്ല. सेवा करने के लिए लेकिन आज तक इसमें कोई भी चीज मिला नहीं, किसी को नहीं, किसी पब्लिक को नहीं मिला इसमें। 2-3 साल से बंद है ये। 2-3 साल से बंद है। हाँ, यही खुला नहीं। ये है क्या? कुछ भी नहीं है, पूरा गलीज दिख रहा है ना। पंचायत भवन है। क्या है फायदा? क्या है फायदा? कुछ भी नहीं है। कुछ भी नहीं मतलब कोई नहीं देखने वाला? कुछ नहीं देखने वाला कोई भी नहीं है। देख रहे पूरा कचरा लगा हुआ है, उधर जंगल लगा हुआ है। कोई ना देखता है, कोई ना, कोनो नहीं देखता है ना। तेजस्वी कौन बनेगा अब CM? तेजस्वी बनेगा मेरे तरफ से तो। आरजेडी तेजस्वी। इस बार तो उसका ही तेजस्वी का आशा है, वही आएंगे ठीक रहेगा. തേജസ്വി യുവാവാണ്. തേജസ്വി വന്നാൽ നന്നാകുമെന്നാണ് ഇവിടെ ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. ശരിക്ക് ഇവർക്കൊക്കെ സേവനം കിട്ടേണ്ട, ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു സ്ഥാപനമാണ് ഈ വിധം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് എന്നതാണ് ബീഹാറിൽ നമ്മൾ കാണുന്ന കാഴ്ച. ബീഹാറിലെ ഗ്രാമത്തിൽ നിന്നും PD ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ ബീഹാർ.